Welcome to Rich Chat Talks. Hey, the first day ജൂൺ എനിക്ക് മിസ്സായി പോയി. ലാസ്റ്റ് മീൻസ് കുറച്ച് ബിസി ആയിരുന്നു ഭയങ്കരമായിട്ട്, കുറച്ച് ഷിഫ്റ്റിംഗ് കാര്യങ്ങളൊക്കെ ആയിട്ട്. നമുക്കപ്പോൾ നേരെ നമ്മുടെ ചാർട്ട് അനാലിസിസിലോട്ട് പോവാം. ഓക്കെ, നിഫ്റ്റി നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? മാർക്ക് ചെയ്ത് സാറ്റർഡേ ആ ഒരു വലിയ മൂവ്മെന്റ് ഒന്നും കഴിഞ്ഞ് തന്നിട്ടില്ല. നമ്മൾ എങ്ങനെയാണ് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്? നോൺ ട്രേഡിംഗ് സോൺ ആയിരിക്കും ഈ ഏരിയയിൽ, വാട്ട് എവർ. ഇതിപ്പം ലാസ്റ്റ് മന്തിലെ പ്ലാൻ ആയിരുന്നു. ഓക്കെ, നമുക്ക് ജസ്റ്റ് എല്ലാം റിമൂവ് ചെയ്യാം. ഓക്കെ, ഓൾ റിമൂവ്ഡ്. നമുക്ക് നേരെ നിഫ്റ്റിയുടെ ഒരു മൾട്ടി ടൈം ഫ്രെയിം അനാലിസിസിലോട്ട് പോവാം. ഓക്കെ, ലാസ്റ്റ് മന്ത് നിഫ്റ്റി നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി സ്റ്റിൽ ബുള്ളിഷിലാണ്. നമ്മൾ ലാസ്റ്റ് മന്ത് മെയ്യുടെ മുകളിൽ തന്നെയാണ്, അല്ല ഏപ്രിലിന്റെ മുകളിൽ തന്നെയാണ് മെയ് ക്ലോസ് ആയിട്ടുള്ളത്. ആൻഡ് ദ ഫസ്റ്റ് മന്ത് ഓഫ് ജൂൺ ഒരു ചെറിയ സ്റ്റാർട്ട് ഓക്കെയാണ്, വലിയ കുഴപ്പമൊന്നുമില്ല. രാവിലെ ഒരു ചെറിയൊരു ഫാള് താഴോട്ട് കാണിച്ചെങ്കിലും നിഫ്റ്റി തിരിച്ച് കയറിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, വീക്കിലിയിൽ ടൈം ഫ്രെയിമിൽ നിഫ്റ്റി ചെറിയൊരു വീക്ക്നെസ് കാണിക്കുന്നുണ്ട്. ബട്ട് സ്റ്റിൽ ഐ എം ബുള്ളിഷ്. നമ്മൾ ഹയർ ടൈം ഫ്രെയിമിലെ ഒരു വ്യൂ ആണ് നമുക്ക് എപ്പോഴും വേണ്ടത് ആസ് എ ട്രേഡർ. സോ മന്ത്ലിയിൽ നമ്മൾ ബുള്ളിഷ് ആയതുകൊണ്ട് നമ്മൾ ഓൾ ഓവർ ബുള്ളിഷിലാണ്. പക്ഷെ ഒരു ഷോർട്ട് ടൈം ഫ്രെയിമിൽ നിഫ്റ്റി ഒരു ചെറിയ ബിയറിഷ്നെസ് കാണിക്കുന്നുണ്ട്. ബട്ട് നിഫ്റ്റി ഈസ് ട്രൈങ് ടു കം അപ്പ്. ഓക്കെ, വീക്കിലിയിൽ അതാണ് വ്യൂ. നമ്മുടെ ഡേയിലോട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ രണ്ട് വ്യൂ കാണിച്ചു തരാം. ഡേയിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ രണ്ട് നിഫ്റ്റിനെ ആദ്യം രണ്ട് രീതിയിൽ കാണിച്ചു തരാം. ഈ ഒരു ബോക്സ് ഉണ്ടോ, ഈ ഒരു ബോക്സ്, ഇതാണ് ഫോർ ദ ഏപ്രിൽ നിഫ്റ്റി. ജൂൺ ഇതായിരുന്നു നിഫ്റ്റി. ഓക്കെ, ജൂൺ ഇതായിരുന്നു നിഫ്റ്റി, അല്ല മെയ് ഇതായിരുന്നു നിഫ്റ്റി. ജൂൺ സ്റ്റിൽ നിഫ്റ്റി ഇവിടെ തന്നെയാണ്. ഇതിൽ വലിയ മൂവ്മെന്റ് ഒന്നുമില്ല. നിഫ്റ്റി ഈ ഒരു ഏരിയയിൽ നിന്ന് എങ്ങോട്ട് പോകുന്നു അങ്ങോട്ടേ നമുക്കൊരു മൂവ്മെന്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ കഴിയത്തുള്ളൂ. അപ്പം ജൂണില് നിഫ്റ്റി ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ്. ഇപ്പോഴും നമ്മൾ ആസ് പ്രസന്റ് ഇവിടെ തന്നെയാണ്. ഇതിന്റെ മുകളിലോട്ട് പോവുകയാണ്. ബ്രേക്ക് 25,000 ബ്രേക്ക് ചെയ്യുകയാണെങ്കിലോ 24,500 താഴോട്ട് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ വിൽ ഡിസൈൻ നിഫ്റ്റി ഒരു അപ് ട്രെൻഡോ ഡൗൺ ട്രെൻഡിലോട്ട് നിഫ്റ്റി ചെറിയ ഒരു കറക്ഷനിലോട്ട് നിഫ്റ്റി പോയെന്നും അല്ലെങ്കിൽ സ്റ്റിൽ ബുള്ളിഷ് ആയെന്നും നമുക്ക് പറയാൻ കഴിയത്തുള്ളൂ. വലിയ ടൈം ഫ്രെയിമിൽ നമ്മൾ ബുള്ളിഷ് തന്നെയാണ്. സ്മോൾ ടൈം ഫ്രെയിമിൽ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, നമുക്ക് ഇത് എടുത്ത് കളയാം. ഓക്കെ, ഇതെടുത്ത് കളഞ്ഞാൽ നിഫ്റ്റിക്ക് വേറൊരു ട്രെൻഡ് ലൈൻ കൂടെ ഞാൻ വരച്ച് കാണിച്ചാൽ, ഒരു ട്രെൻഡ് ലൈൻ ഈ ട്രെൻഡ് ലൈൻ ഉണ്ടോ, ഇങ്ങനെ ട്രെൻഡ് ലൈൻ നമുക്ക് വരയ്ക്കാൻ കഴിയും നിഫ്റ്റിക്ക്. ഇത് നമുക്ക് ഒരു 4 ഹവറിൽ ഒന്നുകൂടെ കറക്റ്റായിട്ട് കാണാൻ കഴിയും. ദ ട്രെൻഡ് ലൈൻ നിഫ്റ്റി ഉണ്ടോ, ഈ ഒരു ട്രെൻഡ് ലൈൻ നിഫ്റ്റി റെസ്പെക്ട് ചെയ്യുന്നുണ്ട് ഓൾമോസ്റ്റ്. സോ നമുക്ക് ഈ ട്രെൻഡിന്റെ അടിയിൽ, ഈ ട്രെൻഡിന്റെ താഴെ, അതായത് ഈ ഭാഗത്ത് ഇവിടെയാണ് ഏറ്റവും കൂടുതൽ റെസ്പെക്ട് ചെയ്തിട്ടുള്ളത്. കാരണം ഇവിടെ ഞാനൊരു ഹൊറിസോണ്ടൽ സപ്പോർട്ട് നിഫ്റ്റിക്ക് വരച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഇതിന് മുകളിൽ ഞാനൊരു ഹൊറിസോണ്ടൽ റെസിസ്റ്റൻസും വരയ്ക്കുന്നുണ്ട്. ഓക്കെ, സോ ഇപ്പൊ നമുക്ക് നിഫ്റ്റിക്ക് ഇങ്ങനെ ഒരു വ്യൂ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഓൾറെഡി ഈ പിക്ചർ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇത് കാണിച്ചിരുന്നത്. സോ ഇപ്പൊ നിഫ്റ്റിനെ നമുക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ കഴിയും. നിഫ്റ്റി ഒരു ട്രെൻഡ് ലൈൻ സപ്പോർട്ട് ചെയ്തിട്ടാണ് മുകളിലോട്ട് പോകുന്നത്. രാവിലെ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യാൻ നോക്കിയിട്ടും നിഫ്റ്റി സ്ട്രോങ് ആയിട്ട് പുൾ ബാക്ക് ചെയ്തു. നിഫ്റ്റി ആ ട്രെൻഡ് തിരിച്ച് നിഫ്റ്റി ലാസ്റ്റ് 4 അവേഴ്സിൽ, ലാസ്റ്റ് ആക്ഷൻ 4 അവേഴ്സിൽ നിഫ്റ്റി അവിടെ തന്നെ സപ്പോർട്ട് ചെയ്തിട്ട് പിന്നെയും പുൾ ബാക്ക് ചെയ്യുന്നുണ്ട്. സോ ഇപ്പൊ നമുക്കൊരു ക്ലിയർ പിക്ചർ കിട്ടിയിട്ടുണ്ട് അല്ലെ? അപ്പൊ നമുക്ക് ഇത് നാളത്തെ ഡേ ടൈം ഫ്രെയിം നമ്മൾ നാളെ സിമ്പിൾ ആയിട്ട് അനാലിസിസ് ചെയ്യാം. ഓക്കെ, ഈ ഹൈ കൂടെ മാർക്ക് ചെയ്ത് നോക്കാം. ഇന്നുണ്ടാക്കിയ ഡേ ഹൈ കൂടെ ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നിഫ്റ്റിയുടെ വേറൊരു ഇത് കാണിച്ചു തരാം. ഓക്കെ, എന്റെ ഒരു അഭ്യാസം എന്താ വെച്ചാല്, നിഫ്റ്റി നാളെ ഇതിന്റെ മുകളിൽ നിഫ്റ്റി ബ്രേക്ക് ചെയ്ത് കയറുകയാണെങ്കിൽ നിഫ്റ്റി നാളെ എന്താണെങ്കിലും ഒരു ഹൈ സൈഡിലോട്ട് നിഫ്റ്റി മൂവ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, മീൻസ് നിഫ്റ്റി 24,800 ടച്ച് ചെയ്യാൻ നാളെ ചാൻസ് ഉണ്ട്. ഓക്കെ, 24,800 നിഫ്റ്റിയുടെ ഫസ്റ്റ് റെസിസ്റ്റൻസ് വരും. സെക്കൻഡ് റെസിസ്റ്റൻസ് നിഫ്റ്റിക്ക് ഇവിടെയാണ് വരിക, 24,900, 891. ഓക്കെ, 890 കുറച്ചുകൂടെ നമുക്ക് സേഫ് സൈഡിലോട്ട് വെക്കാം. ഇവിടെ വെച്ചാൽ മതി. ഓക്കെ, 883. നമുക്ക് ചെറിയൊരു 10 പോയിന്റ് ആവശ്യമില്ല. സോ ഇതാണ് നിഫ്റ്റിയുടെ നാളത്തെ എക്സ്പെക്ട് മൂവ് ആണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ,
മൈ അനാലിസിസ് നാളെ നിഫ്റ്റി ഇവിടുന്ന് ഓപ്പൺ ചെയ്തിട്ട് ഈ ഒരു മൂവ്മെന്റ് നടത്താൻ ആണ് ചാൻസ് കൂടുതൽ. അങ്ങനെയാണെങ്കിൽ തന്നെ ടാർഗറ്റ് 1 ആയിട്ട് T1 ആയിട്ട് T1 ആയിട്ട് ഇതും T2 ആയിട്ട് ഇതും T3 ആയിട്ട് ഇതും. ഓക്കെ, ദിസ് ഈസ് എക്സ്പെർട്ട് മൂവ് ഫോർ ടുമാറോ നിഫ്റ്റി. സോ വി പ്ലാൻ അക്കോർഡിംഗ്ലി. നമ്മൾ ഈ പ്ലാനിലായിരിക്കും നാളെ നിഫ്റ്റി ട്രേഡ് ചെയ്യാം. ഓക്കെ, ഒരു സെൽ ഓൺ റൈസ് എന്ന കൺസെപ്റ്റിലാണെങ്കിൽ നിഫ്റ്റി ഈ ട്രെൻഡ് ലൈനിൽ ഞാൻ വിശ്വസിക്കുന്നത് ഇത് ബ്രേക്ക് ചെയ്തിട്ട് നിഫ്റ്റി ഇങ്ങനെ ഒരു മൂവ്മെന്റ് നാളെ തരികയാണെങ്കിൽ ഞാൻ ചെറിയൊരു ഷോർട്ടിങ് ഇവിടെ വരെയും ഞാൻ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ അതിന്റെ ഓവറോൾ മൂവ്മെന്റ് ഞാൻ എക്സ്പെക്ട് ചെയ്ത ഇതാണ്. അഥവാ ഇനി ഓപ്പോസിറ്റ് മൂവ് ചെയ്യുകയാണെങ്കിൽ ഐ ഹാവ് എ പ്ലാൻ ഓൾസോ. സോ ഞാൻ ഇങ്ങനെയും പ്ലാൻ ചെയ്യും. ഓക്കെ, സോ നമുക്ക് ഈ പ്ലാനിൽ നാളെ മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യാം. ഓക്കെ, ഇനി ചെറിയ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ് മൈ ചാനൽ. താങ്ക് യു.